അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഈ ഒരു പാഠത്തിൽ നമ്മൾ പ്രധാനമായിട്ടും ചർച്ച ചെയ്യുന്നത് ഓർഗനൈസേഷണൽ കൾച്ചർ, അതുപോലെ തന്നെ അതിൻ്റെ ചേഞ്ച് എന്തൊക്കെയാണെന്നുള്ളത്. അപ്പോൾ ഓരോ ഓർഗനൈസേഷനും അവരുടെ ബിഹേവിയറിനെ ഗൈഡ് ചെയ്യുന്ന പല വാല്യൂസും ബിലീഫ്സൊക്കെ അടങ്ങിയിട്ടുള്ള കൾച്ചർ ഉണ്ടാകും. സ്വാഭാവികമാണ്. അപ്പോൾ ഈ ഒരു കൾച്ചർ അതിൻ്റെ ലെവലുകൾ എന്തൊക്കെയാണ്, അതുപോലെ തന്നെ ടൈപ്സ് നമ്മൾ പറയും, ട്രാൻസ്മിഷൻ ഓഫ് കൾച്ചർ നമ്മൾ പറയും, അതുപോലെ തന്നെ വീക്ക് കൾച്ചർ, സ്ട്രോങ് കൾച്ചർ എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് പറയും, അതുപോലെ തന്നെ ഓർഗനൈസേഷൻ ചേഞ്ച് എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളതും കൂടി നമ്മളിതിൽ പറയും. പിന്നെ അതിൻ്റെ കുറച്ച് മോഡലുകൾ കൂടി ചർച്ച ചെയ്തുകൊണ്ട് ഈ ഒരു പാഠം അവസാനിപ്പിക്കാനാണ് വിചാരിക്കുന്നത്. എന്തായാലും നമ്മൾ ആദ്യം പറഞ്ഞു, ഓർഗനൈസേഷൻ കൾച്ചർ എന്ന് പറഞ്ഞാൽ ഓരോ ആളുകളിലും ഓർഗനൈസേഷൻ ആകുമ്പോൾ അവിടെ ബിഹേവ് ചെയ്യൽ അത്യാവശ്യമാണ്. ആളുകളായിട്ട് ബിഹേവ് ചെയ്യൽ അത്യാവശ്യമാണ്. അപ്പോൾ ഈ ബിഹേവിയറിനെ ഗൈഡ് ചെയ്യുന്ന ഒരു കൂട്ടം വാല്യൂസും ബിലീഫ്സും അടങ്ങിയിട്ടുള്ള ഒരു സിസ്റ്റത്തിനെയാണ് ഈ ഓർഗനൈസേഷൻ കൾച്ചർ എന്ന് പറയും. അപ്പോൾ ആളുകളുടെ പെരുമാറ്റത്തിലൊക്കെ നമുക്ക് കാണാൻ പറ്റുന്ന സംസ്കാരത്തെയാണ് നമ്മൾ ഓർഗനൈസേഷൻ കൾച്ചർ എന്ന് പറയും. അപ്പോൾ ഇതിന് ഒരുപാട് ലെവലുകളുണ്ട്. പ്രധാനപ്പെട്ട 3 ലെവലുകളാണ്. ഷെയ്ൻ തിയറി വെച്ചിട്ടുള്ള ലെവലുകളാണ് നമ്മൾ പറയുന്നത്. ഒന്ന് ആർട്ടിഫാക്ട്സ് ആണെന്ന് വെച്ചാൽ അതിൽ നമുക്ക് പ്രാക്ടീസസ് വിസിബിളായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. രണ്ടാമത്തെ എക്സ്പോസ്ഡ് വാല്യൂസ് ആണ് എന്ന് വെച്ചാൽ അതിൽ റൂൾസ് എന്താണെന്നുള്ളത് സ്റ്റേറ്റ് പറയപ്പെട്ടിട്ടുണ്ടാവും. അത് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമായിരിക്കും. അതുപോലെ തന്നെ അവിടെയുള്ള ബിലീഫ് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമായിരിക്കും. പിന്നെ ബേസിക് അസംഷനാണ് മൂന്നാമത്. അതിൽ അൺകോൺഷ്യസ് ബിലീഫ്സ് ആയിരിക്കും അതിലുണ്ടാവും. വെച്ചാൽ ആളുകളൊന്നും എന്താ പറയുക അറിയണ്ടാവില്ല അങ്ങനൊരു ബിലീഫ് ഉണ്ടെന്നുള്ള കാര്യത്തിൽ. പക്ഷേ എല്ലാവരിലും ആ ഒരു ബിലീഫ് ഉണ്ടാവും. പക്ഷേ ആളുകൾക്ക് പരസ്പരം തിരിച്ചറിയാൻ പറ്റാത്ത തരത്തിലുള്ള ബിലീഫുകളായിരിക്കും അവിടെ ഉണ്ടാവും. അതാണ് 3 ലെവലുകൾ. ഇനി കൾച്ചറിൻ്റെ ടൈപ്സുകളാണ് നമുക്ക് പറയാനുള്ളത്. ഡീൽ ആൻഡ് കെന്നഡി ഇവരുടെ തിയറി പ്രകാരമുള്ള ടൈപ്സ് ഓഫ് കൾച്ചറുകളാണ് നമുക്ക് ഇനി പറയാനുള്ളത്. ഒന്നാമത്തെ കൾച്ചർ എന്ന് പറഞ്ഞാൽ ടച്ച് ഗൈ കൾച്ചർ. 2 വർക്ക് ഹാർഡ് അല്ലെങ്കിൽ പ്ലേ ഹാർഡ് കൾച്ചർ. വെച്ചാൽ നല്ല ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു കൾച്ചറാണത്. 3 ബെറ്റ് യുവർ കമ്പനി കൾച്ചർ. എന്നുവെച്ചാൽ കമ്പനിയോട് അത്രമാത്രം സഹവാസം പുലർത്താതെ സ്വന്തം സെൽഫ് ഗോളുകൾ ഫോക്കസ് ചെയ്തുകൊണ്ട് പോകുന്ന ആളുകളുടെ പെരുമാറ്റ കൾച്ചറാണ്, ഓർഗനൈസേഷൻ കൾച്ചറാണ് ബെറ്റ് യുവർ കമ്പനി കൾച്ചർ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്. 4ാമത് പ്രോസസ് കൾച്ചർ എന്നുള്ളതാണ്. ഇനി ഈ കൾച്ചറിൻ്റെയൊക്കെ ട്രാൻസ്മിഷനെ പറ്റിയിട്ടാണ് നമുക്ക് പറയാനുള്ളത്. ട്രാൻസ്മിഷനുകൾ പല രൂപത്തിലും നടക്കും. ഒന്ന് കഥകളിലൂടെ നടക്കും, 2 റിച്വൽസ് അല്ലെങ്കിൽ സെറമണീസിലൂടെ നടക്കും, 3ാമത്തത് മെറ്റീരിയലായിട്ടുള്ള സിമ്പിൾസിലൂടെ നടക്കും, 4ാമതാണ് ലാംഗ്വേജുകളിലൂടെ എന്ത് ചെയ്യും ഈ കൾച്ചറിന് ട്രാൻസ്മിഷൻ നടക്കും. ഇനി വീക്ക് കൾച്ചറും സ്ട്രോങ് കൾച്ചറും തമ്മിലുള്ള വ്യത്യാസത്തെക്കുറിച്ചാണ് നമുക്ക് പറയാനുള്ളത്. വീക്ക് കൾച്ചർ അതുപോലെ തന്നെ സ്ട്രോങ് കൾച്ചർ എന്ന് പറഞ്ഞാൽ അതിൽ ഹൈ കമ്മിറ്റ്മെൻറ്റ് ഉണ്ടാവും എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. അതുപോലെ തന്നെ അവിടെയുള്ള വാല്യൂസൊക്കെ ഷെയർ ചെയ്യപ്പെടുന്നുണ്ടാവും. എന്നാലും വീക്ക് കൾച്ചറിൻ്റെതാവുമ്പോൾ വാല്യൂസ് നമുക്ക് അത്ര ക്ലിയറായിട്ട് കാണൂല. അതുപോലെ തന്നെ ഇൻഫ്ലുവൻസ് കുറവായിരിക്കും എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്ട്രോങ് കൾച്ചേഴ്സ് ഇംപ്രൂവ് പെർഫോമൻസ് ബട്ട് മേ റെസിസ്റ്റ് ചേഞ്ച്. അതവിടെ പ്രധാനപ്പെട്ട ഒരു കീ പോയിൻ്റായിട്ട് മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ്. ഇനി ഓർഗനൈസേഷൻ ചേഞ്ചുകൾ പ്രധാനമായിട്ട് 2 രൂപത്തിലായിരിക്കും ഉണ്ടാവുന്നത്. എക്സ്റ്റേണൽ ഫോഴ്സസിലൂടെ നടക്കും, 2 ഇൻറ്റേർണൽ ഫോഴ്സസിലൂടെയും ചേഞ്ചുകൾ നടക്കും. എക്സ്റ്റേണൽ ഫോഴ്സുകൾ എന്ന് പറയുമ്പോൾ ടെക്നോളജി അല്ലെങ്കിൽ കോമ്പറ്റീഷൻ മുഖേനകൾ ചേഞ്ചുകൾ നടന്നേക്കാം. ഇൻറ്റേർണൽ ഫോഴ്സ് കൊണ്ട് ഉദ്ദേശിച്ചാൽ ഗ്രോത്ത് അല്ലെങ്കിൽ ലീഡർഷിപ്പ് ചേഞ്ചുകളിലൂടെയൊക്കെ ഓർഗനൈസേഷൻ ചേഞ്ചുകൾ വന്നേക്കാം എന്നുള്ളതാണ്. ഇനി ഇതിൻ്റെയൊക്കെ ടൈപ്സുകളാണ് പറയുന്നത്. ഒന്നാമത്താണ് സ്ട്രാറ്റജിക്, 2 സ്ട്രക്ചറലാണ്, 3 ടെക്നോളജിക്കൽ, 4 പീപ്പിൾ ഓറിയൻറ്റഡ് ഓർഗനൈസേഷണൽ ചേഞ്ച്. ഇനി കുറച്ച് മോഡൽസുകളും കൂടി പറഞ്ഞിട്ട് ഒരു പാഠം അവസാനിപ്പിക്കുകയാണ്. ലെവിൻസ് ചേഞ്ച് മോഡൽ എന്നുള്ളതാണ് അതിൻ്റെ പേര്. അതിൽ പ്രധാനമായിട്ടും വരുന്ന 3 ഭാഗങ്ങളാണ്. ഒന്ന് അൺഫ്രീസിങ് എന്ന് പറഞ്ഞാൽ, അതുപോലെ തന്നെ 2 ചേഞ്ചിങ്, 3 റീഫ്രീസിങ്. അൺഫ്രീസിങ് എന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയുക കൾച്ചറിൽ ഒരു കാര്യത്തെയും ഫ്രീസ് ചെയ്യാത്ത ഒരു തരം സമീപനമാണത്. 2 ചേഞ്ച് ചെയ്യാം, വല്ല മാറ്റങ്ങളുടെ ആവശ്യമുണ്ടെങ്കിൽ ചേഞ്ച് ചെയ്യാം. 3 റീഫ്രീസ് ചെയ്യുക എന്നുള്ളതാണ്. ഇനി ഇതിനൊക്കെ റെസ്റ്റ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. ഒന്ന് ഫിയർ, അതുപോലെ 2 ഹാബിറ്റ്, 3 ജോബ് ഇൻസെക്യൂരിറ്റി. ഇത് മുഖേന
ചേഞ്ചുകൾ നമുക്ക് ഇല്ലാതാക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. ഇനി ഈ റെസിസ്റ്റൻസിനൊക്കെ എങ്ങനെ ഓവർകം ചെയ്യുക എന്നുള്ളതും കൂടി ഇവിടെ പറയുന്നുണ്ട്. അതിന് കുറച്ച് മാർഗങ്ങൾ: 1 കമ്മ്യൂണിക്കേഷൻ, 2 പാർട്ടിസിപ്പേഷൻ, 3 സപ്പോർട്ട്, 4 നെഗോസിയേഷൻ അവിടെ നടത്തും, 5 കോഷൻ നൽകും. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമ്മൾ ഈ ഒരു പാഠത്തിൽ ചർച്ച ചെയ്തു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.